Evening Cafe is back. ഏഷ്യാനെറ്റ് റേഡിയോ 657 AM ഈവനിംഗ് കഫേയിലേക്ക് തിരികെ എത്തുമ്പോൾ ഈവനിംഗ് കഫേയിൽ ഇന്ന് റേഡിയോ ക്ലബിലൂടെ ഒരു കലാകാരൻ പുതുതായിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ആ കലാകാരനെ ഞാൻ ഏഷ്യാനെറ്റ് റേഡിയോ ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തുകയാണ്. ഖത്തറിൽ നിന്നും പുതുതായിട്ട് റേഡിയോ ക്ലബിൽ എത്തിയിരിക്കുന്നു നജീം. നജീം, നമസ്കാരം, സ്വാഗതം. നമസ്കാരം. എന്തൊക്കെയാണ് നജീം വിശേഷങ്ങൾ? സുഖം തന്നെ. ഖത്തറിൽ എവിടെയാണ് നജീം? ഖത്തറിലെ ഇപ്പോ സനയ്യ എന്ന് പറഞ്ഞ രീതിയിലാണ്. നജീമിനെ ഞാൻ വിശദമായൊന്ന് പരിചയപ്പെടുത്തുകയാണ്. നജീം നാട്ടില് എവിടെയാണ്? നാട്ടില് കോഴിക്കോട് കൊയിലാണ്ടി എന്ന് പറയും. കൊയിലാണ്ടി. നജീം അത്യാവശ്യം മിമിക്രിയുമായി ബന്ധപ്പെട്ട് ഖത്തറിലൊക്കെ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്. അങ്ങനെയൊന്നുമില്ല, ചെറുങ്ങനെ. ചെറുങ്ങനയില്ലേ? ഓക്കെ. ചെറുങ്ങനെ എന്ന് പറഞ്ഞ നിങ്ങളുടെ നാട്ടിലെ ഒരു ശൈലിയാണ് ചെറുങ്ങനെ? അതെ, ചെറുങ്ങനെ എന്നൊക്കെ പറയും നമ്മള് നാട്ടില്. നമ്മുടെ നാട്ടിൽ ചെറുതായിട്ട് എത്രയേ ഉള്ളൂ, ചെറുതായിട്ടൊക്കെ കാണിക്കും. അത് ഞാൻ ഈയിടെയായിട്ട് ഒരാളെ പ്രോഗ്രാം കണ്ടിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഞാനിങ്ങനെ ചെറിയ പരിപാടി നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടി അവതരിപ്പിക്കാന്ന്, നിങ്ങളെല്ലാരും കൈയടിക്കണം കേട്ടോ. അതുപോലെ നാടൻ ശൈലി, അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ നാടിന്റെ സ്വന്തം ശൈലിയാണ്. തീർച്ചയായിട്ടും ഈ കോഴിക്കോടുള്ള കലാകാരന്മാരൊക്കെ ഇത്തരം പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ശൈലിയുണ്ട്. അത് തന്നെ ആ പ്രോഗ്രാമിന്റെ ഒരു വിജയമാണ്. പ്രത്യേകിച്ച് ഈ തെക്കൻ കേരളത്തിലുള്ളവർക്ക് അത് ഒരു കൗതുകമാണ്, ആ ഒരു സംസാര ശൈലിയുണ്ടല്ലോ. അങ്ങനെയാണ് കോഴിക്കോട്ടൊക്കെയുള്ള പല കലാകാരന്മാരും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. അവിടുത്തെ ഒരു ശൈലി ഉപയോഗിച്ചാണ് പലരും ഇത്തരം ഈ മേഖലയിൽ ഇപ്പം മിമിക്രിയിലൊക്കെ ശ്രദ്ധേയമായിട്ടുള്ളത്. അതെ, ഒരുപാട് പേരുണ്ട് അങ്ങനെ ഉയർന്നു വന്ന ആൾക്കാർ സ്വന്തം ശൈലി കൊണ്ട്. അതെ അതെ അതെ, തീർച്ചയായിട്ടും കോഴിക്കോടിന്റെ തനതായിട്ടുള്ള ഒരു ശൈലിയുണ്ട്. അത് സിനിമയിലും മലയാളത്തിലും ഒരുപാട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും മുഖ്യ വ്യക്തി എന്ന് പറയുന്നത് മാമുക്കോയ തന്നെയാണ്. അതെ, മാമുക്കോയ, കുതിരവട്ടം പപ്പു, അങ്ങനെ ഒരുപാട് നല്ല നല്ല ആർട്ടിസ്റ്റുകൾ നമ്മുടെ മലയാളത്തിലുണ്ട്. ശരിയാണ്. അതിനുശേഷം ചുവട് പിടിച്ചെത്തിയ പലരും അത്തരം ശൈലികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് കുറെയൊക്കെ ശ്രദ്ധിക്കപ്പെട്ടതുമാണ്. അതെ. ഓക്കെ, ഇനി നജീം കോഴിക്കോട് ശൈലിയൊക്കെ ഉപയോഗിച്ച് ചില മിമിക്രി നമ്പറുകൾ റേഡിയോ ക്ലബിൽ അവതരിപ്പിക്കാൻ പോകുന്നു. ആദ്യം എന്താണ്? ആദ്യം നമ്മൾ ഈ റൺവേയിൽ നിന്നും ഈ ഫ്ലൈറ്റ് ഉയരുന്ന ശബ്ദം. ഏത്, കരിപ്പൂർ വിമാനത്താവളത്തിലെ റൺവേ എന്നാണോ? അതെ, അങ്ങനെ ആയിരിക്കല്ലോ നന്നാവുക. ഞാൻ കോഴിക്കോടുകാരനാണല്ലോ. അതെ, അല്ല, ഞാൻ ഈ കോഴിക്കോട് ശൈലി വെച്ചിട്ട് മിമിക്രി അവതരിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ ഫ്ലൈറ്റ് പൊങ്ങുന്ന ശബ്ദത്തിലേക്ക് ആദ്യം വന്നപ്പോൾ എന്തായാലും കോഴിക്കോട് ശൈലിയിൽ ഒരു ഫ്ലൈറ്റ് പൊങ്ങില്ല. കോഴിക്കോട് ശൈലിയിലൊരു ഫ്ലൈറ്റ് റൺവേ വഴി പോകാറുമില്ല. എന്നാൽ കോഴിക്കോട് ഒരു വിമാനത്താവളം ഉള്ളത് കൊണ്ട് അതുവഴി യാത്ര ചെയ്യുന്നവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവം ഉണ്ടായിരിക്കും. അത്തരം അനുഭവമാണോ? അങ്ങനെയൊന്നുമില്ല. പൊതുവെ ഫ്ലൈറ്റുകൾ റൺവേയിൽ നിന്ന് പൊങ്ങുമ്പോഴും റൺവേയിലേക്ക് വന്നിറങ്ങുമ്പോഴും ഉള്ള ഒരു ശബ്ദം അല്ലേ? ശബ്ദ വ്യത്യാസം ജസ്റ്റ് നമ്മൾ ഒന്ന് ട്രൈ ചെയ്യാണ്. ഓക്കെ ഓക്കെ, ശരി, തുടങ്ങാം. ഓക്കെ. നജീം, സത്യം പറഞ്ഞാണല്ലോ ഒരു ഫ്ലൈറ്റ് നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ പറന്നു പോകുന്ന പോലെ ഒരു ഫീലിംഗ് കേട്ടോ. ഇത് ഒരു ഫോണിലൂടെയാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഇതൊരു മൈക്കിലൂടെ ഒക്കെ അവതരിപ്പിച്ചാല് ഗംഭീരമായിരിക്കും. ഇനി എന്താണ്? ഇനി ഇതേ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോഴും ശബ്ദത്തിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. കാരണം ലോങ് എന്ന് വന്നിട്ട് ഇത് ലാൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ശബ്ദം നമ്മളിങ്ങനെ കൂടി കൂടി വരും. അതെ അതെ അതെ, അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ. ഓ, സൂപ്പർ സൂപ്പർ സൂപ്പർ, വെരി ഗുഡ് നജീം. കാരണം ഞാൻ ഈ ഫ്ലൈറ്റ് പൊങ്ങുന്നതും ഫ്ലൈറ്റ് ഇറങ്ങുന്നതൊക്കെ ശബ്ദങ്ങളൊക്കെ കുറെ കാലം മുതലൊക്കെ മിമിക്രിയിലൊക്കെ അവതരിപ്പിച്ച് വരുന്നതാണ്. എന്നാൽ ഇത് ഫോണിലൂടെ കേട്ടപ്പോൾ ഇത്ര പെർഫെക്ഷൻ ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഫോണിലൂടെ കേട്ടോ. വെരി ഗുഡ്. ഇനി എന്താണ്? ഇനി ഈ പാവപ്പെട്ട ആളുടെ വീട്ടിലെ പട്ടി കുരയ്ക്കുന്ന ശബ്ദവും പണക്കാരന്റെ വീട്ടിലെ പട്ടി കുരയ്ക്കുന്ന ശബ്ദവും
ഇത് പഴയ മിമിക്രിയിലൊക്കെ ഉള്ള ഒരു സംഭവമാണ്. എന്നാൽ അതെ, ചെയ്യുന്ന സംഭവമാണ് അത്. അങ്ങനെ നന്നാവുന്നുണ്ടെങ്കിൽ മൊത്തം ഓക്കെ. നജീമിന്റെ ശൈലിയിൽ നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് ഒരു പണക്കാരന്റെ വീട്ടിലെ പട്ടിയാണ്. ഇനി ഒരു പാവപ്പെട്ട വീട്ടിലുള്ള ആളുടെ പട്ടിയാണെങ്കിൽ ശ്രദ്ധിച്ചോ, ഇതിന് എന്താ പറയാ, ഭക്ഷണമൊന്നും അങ്ങനെ കിട്ടത്തില്ല. പക്ഷെ വിശന്ന് കഴിഞ്ഞാല് ഇതിന് രണ്ടിനൊരൊറ്റ ശബ്ദം ഉണ്ടാവും. വിശന്ന് കഴിഞ്ഞാൽ എന്ത് പാവപ്പെട്ടവൻ എന്ത് പണക്കാരനല്ലേ. പണക്കാരനതെ ഈ ഒരൊറ്റ ശബ്ദം ഉണ്ടാവും ഏത് പട്ടിയാണെങ്കിലും. Evening Cafe is back. ഏഷ്യാനെറ്റ് റേഡിയോ 657 AM ഈവനിംഗ് കഫേയിലേക്ക് എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് നിയാസ്. ഇന്ന് ഈവനിംഗ് കഫേയിൽ നമുക്കൊപ്പം റേഡിയോ ക്ലബിൽ നജിം എന്ന കലാകാരനാണ് ഖത്തറിൽ നിന്നുള്ളത്. നജിമിനെ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങി പാവപ്പെട്ടവന്റെയും പണക്കാരന്റെയും വീട്ടിലെ നായകുരയ്ക്കുന്ന ശബ്ദവും കേട്ടു. ഇനി എന്താണ്? ഇനി കുറച്ച് നടന്മാരുടെ ശബ്ദം ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ആദ്യമാരാണ്? ആദ്യം നമ്മുടെ മലയാളത്തിന്റെ ഒരു കൊച്ചു നാടനുണ്ട്, കൊച്ചു പ്രേമൻ. യെസ്, അദ്ദേഹത്തെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കാം. കൊച്ചു പ്രേമൻ. മജമ്പി അവട്ടിയെ വീട്ടുള്ള ഏർപ്പാട്ടത്തിന് ശരിയല്ല കേട്ടു. വീട്ടിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത് പോലെ വീട്ടിൽ മുണ്ട് പറിക്കുന്ന കുട്ടിയുണ്ട് എന്നൊരു ബോർഡ് എഴുതി വെക്കണം. മണ്ടയല്ല മണ്ഡപം, മണ്ഡപം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് അയ്യോ വരട്ടോ. വെരി ഗുഡ്, താങ്ക് യു. ഇനി ഏത് ശബ്ദമാണ് അനുകരിക്കുന്നത്? ഞാനിപ്പോ നമ്മുടെ വില്ലൻ വേഷം ചെയ്യുന്ന ശ്രീ ഭീമൻ രഘു, അദ്ദേഹത്തെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ശബ്ദത്തിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ ചില കണ്ടെത്തലുകളുണ്ട്. പണ്ട് അദ്ദേഹം സംസാരിക്കുന്ന ഒരു ശൈലിയും ആ ഒരു ശബ്ദമൊക്കെ മാറിയിട്ട് ഇപ്പോൾ വേറെ ഒരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംഭാഷണ ശൈലി. അതെ അതെ, ആ ശബ്ദവും ഞാനൊന്ന് അനുകരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഏതാണ് ആദ്യം? ആദ്യം നമുക്ക് പഴയകാല ഭീമൻ രഘു, ആ വില്ലനൊക്കെ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ പല്ലൊക്കെ കടിച്ചു പിടിച്ച് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതെ അതെ, പറഞ്ഞോ. അതെ, വരണം മിസ്റ്റർ ഇന്ത്യയോടൻ. അന്ന് ഞാൻ അവനെ കണ്ടു, ആ പാന്ന ശശി. അവൻ എന്നോടൊരു ചോദ്യം, എന്താ മിസ്റ്റർ ശങ്കരനാരായണ, നിന്റെ ഒരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് കണ്ടല്ലോ എന്ന്. പോയി പണി നോക്കണമില്ലെന്ന് ഞാനും പറഞ്ഞു. ഇത് പഴയ ഭീമൻ രഘു, പുതിയ പഴയ ഭീമൻ രഘു. ഇപ്പൊ പുതിയ ഭീമൻ രഘു എന്ന് പറയുന്ന ശബ്ദത്തിനൊക്കെ ഇപ്പോ വ്യത്യാസമുണ്ട്. നിനക്ക് പഴയകാല നടന്മാരെ പുച്ഛമാണല്ലേടാ അളിയോ, ചതിക്കല്ലേ. അളിയനെ ഞങ്ങള് കൊട്ടാരത്തെ പുറത്താക്കാൻ നോക്കി, അളിയൻ കൊട്ടാരത്തിനകത്തും ഞങ്ങള് കൊട്ടാരത്തിന് പുറത്തും. ചതിക്കല്ലേ. Evening Cafe is back.